സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ ആകെ 8 മരണം റിപ്പോർട്ട് ചെയ്തു. 13 പേർക്ക് പരിക്കേറ്റു. 8 പേരെ കാണാതായി. 27 വീടുകൾ പൂർണ്ണമായും തകർന്നു. 209 ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചു. പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ. സംസ്ഥാനത്ത് 2 ഡാമുകളിൽ കൂടി റെഡ് അലർട്ട്. അതേസമയം സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയാൻ സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തേക്കാമെന്നും 7-ാം തീയതിയോടെ മഴ വീണ്ടും കൂടാൻ സാധ്യതയെന്നും ശേഖർ കുര്യാക്കോസ് പറഞ്ഞു. നമ്മൾ 31 രാത്രി, അതായത് ഇന്നലെ അതിരാവിലെ 1-ാം തീയതി അതിരാവിലെയും ഇന്നലെ രാത്രിയും നമ്മൾ നേരിട്ട മഴയുടെ തോതിലുള്ള മഴ ഇന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്നത്തെ ദിവസം മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് താഴേക്ക് പോകാനാണ് സാധ്യത. മഴയുടെ തീവ്രത കുറയാനാണ് സാധ്യത. എന്നിരുന്നാലും ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങളിൽ, അതെവിടെയാണെന്ന് നമുക്ക് കൃത്യം പ്രവചിക്കുകയൊന്നും സാധ്യമല്ല, ഇത്തരം ചില പ്രദേശങ്ങളിൽ ചിലപ്പോൾ കുറച്ച് സമയം ശക്തമായ മഴയുണ്ടാകും. ആ രീതിയിൽ അത് മുന്നോട്ട് പോവുകയും അത് കുറഞ്ഞു പോവുകയുമായിരിക്കും ചെയ്യുക. ഇനി നമ്മളൊരു പ്രധാനപ്പെട്ട തരത്തിലൊരു കേരളം മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ളൊരു മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 7-ാം തീയതിയോടടുപ്പിച്ചാണ്. അന്നേരം കുറച്ചും കൂടി ഒരു മഴ, ഇത്രയും തീവ്രതയിലില്ലെങ്കിലും കുറച്ചും കൂടി മഴ ലഭിക്കും. നൗഫൽ ചേരുകയാണ്. നൗഫൽ, എങ്ങനെയാണ് സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യം, മറ്റ് വിശദാംശങ്ങൾ? ഷമി, KSDയുടെ മെമ്പർ സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ മഴയും അതോടൊപ്പമുള്ള നാശനഷ്ടങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ആശ്വാസകരമായ കാര്യമാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് അത്ര തന്നെ മഴ ഉണ്ടാവില്ല എന്ന ഒരു ആശ്വാസകരമായ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ 7-ാം തീയതി കൂടി ഈ മഴ അതേ കനത്ത രീതിയിൽ തന്നെ സംസ്ഥാനത്ത് തിരിച്ചെത്തും എന്നുകൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ്. ഇന്ന് സംസ്ഥാനത്ത് 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും യാതൊരു അലർട്ടും നിലനിൽക്കുന്നില്ല. രാവിലെ മുതൽ നമ്മൾ പറയുന്നത് വടക്കൻ കേരളത്തിലാണ്. അതായത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെ രാവിലെ ഒരു 3 മണിക്കൂർ റെഡ് അലർട്ടും പിന്നാലെ അത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലർട്ടും നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള ഒരു നിർദ്ദേശം, ഒരു ജാഗ്രതാ നിർദ്ദേശമായിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ മാത്രമാണ്. എറണാകുളത്ത് അല്പം മഴ കടുക്കും എന്ന ഒരു നിർദ്ദേശം മാത്രം. അതുകൊണ്ട് എറണാകുളം ജില്ലയിൽ നിലവിൽ അടുത്ത മണിക്കൂറുകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സംസ്ഥാനത്ത് 6 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിൽ ഉണ്ടായിരുന്ന ഒന്ന് പത്തനംതിട്ടയിലെ മൂഴിയാർ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇടുക്കിയിൽ പെരിങ്ങൽകുത്ത്, ലോവർ പെരിയാർ ഉൾപ്പെടെയുള്ള ഡാമുകൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ നെയ്യാർ ഡാം ഉൾപ്പെടെയുള്ള നെയ്യാർ ഡാം, അതുപോലത്തെ ഈ നെയ്യാർ ഡാം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ, പെരിങ്ങൽകുത്ത്, അതുപോലെ തന്നെ ഈ ഡാമുകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടതുണ്ട്. കൃത്യമായ സെന്റിമീറ്ററിൽ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തപ്പെടും. ആ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ഇതുവരെയും ഈ മഴക്കെടുതി മൂലം 8 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 27 വീടുകൾ പൂർണ്ണമായും തകർന്നു. 196 വീടുകൾ ഭാഗികമായി തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. 209 ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ തന്നെ പത്തനംതിട്ട ജില്ലയിലാണ് 66ഓളം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സ്ഥിതി വന്നത് പത്തനംതിട്ടയിലാണ്. നമുക്കറിയാം, ആറന്മുളയിലടക്കം വലിയ തോതിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നു. നടക്കാൻ പോലും കഴിയാത്ത കുട്ടവഞ്ചിയിൽ ആൾക്കാരെ ക്യാമ്പിലേക്ക് മാറ്റുന്ന ഒരു ദയനീയ അവസ്ഥയൊക്കെ നാം കണ്ടതാണ്. പക്ഷേ ഇന്ന് എന്തായാലും ഒരു ആശ്വാസകരമായ കാര്യം, ഈ വെള്ളമെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പത്തനംതിട്ടയിലും കോട്ടയത്തുമാണ് കൂടുതൽ ഒരു നാശനഷ്ടങ്ങളിലേക്ക് പോയത്. ഇന്നെന്തായാലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് ഇന്നലെ രാത്രി മുതൽ രാവിലെ വരെ അതിശക്തമായ മഴയായിരുന്നു കാസർഗോഡ് ജില്ലയിലും. കാസർഗോഡും ഇപ്പോൾ എന്തായാലും സംസ്ഥാനത്തുടനീളം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള കാലാവസ്ഥ അനുസരിച്ച് മഴ എന്തായാലും ഒന്ന് ശമനം വരും. 7-ാം തീയതിയോടുകൂടിയായിരിക്കും ഈ മഴ ശക്തമായ രീതിയിൽ തിരിച്ച് എത്തുക എന്നുള്ളതും കൂടിയാണ്. ഷമി.